നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തി തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി ക്രിസ്മസ് ആഘോഷിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കും. കാഞ്ഞങ്ങാട് ദേശീയ പൈതൃക ഇടനാഴി ഒരുങ്ങുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. മാലോത്ത് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. ക്രിസ്മസ് കരോളിന് പിന്നാലെയാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശ യാത്രയ്ക്ക് ഞായറാഴ്ച കാസർഗോട്ട് ആവേശകരമായ സ്വീകരണം നൽകും. ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ പർപ്പിൾ കൗവിന്റെ മൂന്നാമത് ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട്ട് തുടങ്ങി. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ചിത്ര പ്രദർശനം നടക്കുന്നത്. സബ് ജൂനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ഡബിൾസിൽ കേരളം ജേതാക്കൾ. ഫൈനലിൽ കേരളം തമിഴ്നാടുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തി തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി ക്രിസ്മസ് ആഘോഷിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാടെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും സന്ദേശമായി യേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് വിശ്വാസികൾക്ക് എന്നും ക്രിസ്മസ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ച വലിയ ഇടയന്റെ ജനനം വാഴ്ത്തുന്ന മുഹൂർത്തം. അൾത്താരിയിലെ ഉണ്ണിയേശുവിന്റെ രൂപം പുൽക്കൂട്ടിലെത്തിച്ച് പുരോഹിതർ ശുശ്രൂഷകൾ നടത്തി. അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ഗീതങ്ങളും സാന്താക്ലോസുമൊക്കെ ഈ പുണ്യരാവിന് ഇരട്ടി മധുരം നൽകി. ക്രൈസ്തവ വിശ്വാസികൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ഈ ക്രിസ്മസിനെ വരവേറ്റു. ദൈവപുത്രന്റെ തിരുപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി ഇത്തവണയും ദേവാലയങ്ങളിൽ പ്രത്യേക പാതിരാ കുർബാനകളും തിരുപ്പിറവി ചടങ്ങുകളും നടന്നു. കാഞ്ഞങ്ങാട് പുതിയകോട്ട ക്യൂൻ ഓഫ് അപ്പോസ്തലസ് ചർച്ചിൽ പാതിരാ കുർബാന നടന്നു. കാഞ്ഞങ്ങാട് അപ്പോസ്തലസ് റാണി ചർച്ച് വികാരി ഫാദർ ജോസ് അവനൂർ ക്രിസ്മസ് സന്ദേശം നൽകി. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ ജീവിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും ജീവിക്കുന്നു എന്നുള്ള സത്യം ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സുദിനമാണല്ലോ ക്രിസ്തുമസ്. മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് നഷ്ടപ്പെട്ടു പോയ സ്വർഗരാജ്യം തിരികെ നൽകുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് യേശുക്രിസ്തുവിൻ്റെ ഈ ജന്മദിനം. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമയായിരിക്കുന്നവന് യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ബന്ധനത്തിൽ നിന്ന് മോചനം നൽകുവാൻ വേണ്ടിയിട്ടാണ് സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് യേശുക്രിസ്തു ജനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ലോകമെങ്ങുമുള്ള എല്ലാവരും ക്രിസ്മസ് വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്നത്. നിരവധി വിശ്വാസികളാണ് 125 വർഷത്തോളം പഴക്കമുള്ള ആദ്യകാലത്തെ ചർച്ചുകളിൽ ഒന്നായ ക്യൂൻ ഓഫ് അപ്പോസ്തലസ് ചർച്ചിൽ പാതിരാ കുർബാന സ്വീകരിക്കാനായെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാളായ ക്രിസ്മസ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ ആഘോഷിച്ചു. പാതിരാ കുർബാനയും കേക്ക് മുറിയും ആഘോഷ പരിപാടികളും നടന്നു. ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അർദ്ധരാത്രിയോടെയാണ്
തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും നടന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വീടുകൾ തോറും കയറിയിറങ്ങിയ കരോൾ സംഘങ്ങൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വലിയ മാറ്റുകൂട്ടിയിരുന്നു. ക്രിസ്മസ് ഐതിഹ്യം വിളിച്ചോതുന്ന പുൽക്കൂടുകൾ മിക്ക വീടുകളിലും സ്ഥാപനങ്ങളിലും ഒരുക്കിയിരുന്നു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ ക്രിസ്മസ് പാതിരാ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ മാത്യു തൈക്കൽ കാർമ്മികനായിരുന്നു. ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയസ് സിസിലിയായി ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ പേരെഴുതുന്നത്. പേരെഴുതിക്കാനായി ഓരോരുത്തരും തങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിൽ വംശത്തിൽപ്പെട്ടവരായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോട് കൂടിപ്പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സ്ഥലം പഠിച്ചു. അവൾ തന്റെ കടിഞ്ഞൂപ്പത്തിനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചവന്ന് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. കുർബാനയ്ക്ക് ശേഷം പള്ളിയങ്കണത്തിൽ കേക്ക് മുറിക്കലും KCYMന്റെ നേതൃത്വത്തിൽ DJയും നടന്നു. മഞ്ഞും തണുപ്പുമുള്ള ഡിസംബർ രാവുകളിൽ പ്രത്യാശയുടെ പ്രകാശവുമായി എത്തിയ ഈ ക്രിസ്മസ് ഒത്തൊരുമയുടെയും സാഹോദര്യത്തിന്റെയും വലിയൊരു പാഠമാണ് സമൂഹത്തിന് നൽകുന്നത്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും. നഗരസഭകളിലെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് രാവിലെ 10:30 വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30 നടക്കും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച രാവിലെ 10:30 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30 നടക്കുക. ജില്ലാ പഞ്ചായത്തിൽ വരണാധികാരിയായി കളക്ടർ K. ഇമ്പശേഖറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികൾക്കാണ് ചുമതല. നഗരസഭകളിലും ഇതിനായി വരണാധികാരികളെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചെയർപേഴ്സൺ, പ്രസിഡന്റ് എന്നിവർ വരണാധികാരിക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. വൈസ് ചെയർമാൻ, ചെയർമാൻ മുൻപാകെയും വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് മുൻപാകെയുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ദേശീയ പൈതൃക ഇടനാഴി ഒരുങ്ങുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി മുതൽ മടിയൻ വരെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സാംസ്കാരിക നായകരുടെയും ജന്മ കർമ്മഭൂമികളിലൂടെയുള്ള രാജപാതയെ പൈതൃക ഇടനാഴിയായി വികസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ മുന്നോടിയായി കാഞ്ഞങ്ങാട് MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. മഹാകവി P. കുഞ്ഞിരാമൻ നായർ, സ്വാതന്ത്ര്യ സമര സേനാനികളായ വിദ്വാൻ P. കേളു നായർ, AC കണ്ണൻ നായർ, രസിക ശിരോമണി K. മാധവൻ, വിദ്വാൻ KK നായർ, ലോകപ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ എന്നിങ്ങനെ 7 പേരുടെ കർമ്മഭൂമിയാണിത്. പ്രകാശ ശബ്ദവീചികളായവർ ഇന്നും ഈ അതിയാമ്പൂർ വെള്ളിക്കോത്ത് പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നു. 500ഓളം വർഷം പാരമ്പര്യമുള്ള ഇക്കേരിയൻ രാജവംശം നിർമ്മിച്ച ഹോസ്ദുർഗ് കോട്ട തെക്കേ അറ്റത്ത്, അത്രത്തോളം തന്നെ പഴക്കമുള്ള അള്ളോന്റെ അള്ളട സ്വരൂപ ആസ്ഥാനമായ മടിയൻകൂലോം വടക്കേ അറ്റത്ത്. ഇതിനിടയിൽ 7 കിലോമീറ്റർ നമ്മുടെ ചരിത്രവും പാരമ്പര്യവും ഈ ഇടനാഴിയിൽ ഉറങ്ങുന്നു. ഈ ഇടനാഴിയെ യാഥാർത്ഥ്യമാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 21 പടന്നക്കാട് ബേക്കൽ ക്ലബിൽ നടത്തിയ മുഖാമുഖത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഈ പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ടു പോകും എന്ന് തന്നെയാണ്. പദ്ധതി പ്രദേശം സന്ദർശിച്ച E. ചന്ദ്രശേഖരൻ MLA പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. ആ പൈതൃക ഇടനാഴി നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത്, അവിടെയാണ് നമ്മൾ ചെന്ന അല്ലെങ്കിൽ തുടക്കം കുറിക്കുക. അവിടെ നിന്ന് അത് ഈ കടന്നു വരുന്ന വഴികളാണ് കാരാട്ടുവയൽ, അതുപോലെ ദുർഗാ സ്കൂളിന് മുമ്പിൽ, മേലാങ്കോട്ട്, അതിയാമ്പൂര്, കിഴക്കുംകര, പിന്നീട് അങ്ങോട്ട് വെള്ളിക്കോത്ത്, പിന്നെ മടിയൻ. ഈ കേന്ദ്രം ഏതാണ്ട് 7 കിലോമീറ്റർ ദൈർഘ്യമുള്ളതായിരിക്കണം.
ദൈർഘ്യമുള്ളതായിരിക്കും ഈ പാത, ഈ ഇടനാഴി. ആ 10-15 മീറ്റർ വീതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായി പറഞ്ഞാൽ 7 മഹാരഥന്മാരായ ഈ മേഖല, ഈ പറയുന്ന 7 കിലോമീറ്ററിനകത്ത് ജീവിച്ചവർ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണുള്ളത്, കാനായി കുഞ്ഞിരാമൻ. അദ്ദേഹം ഒഴികെയുള്ള മറ്റ്6 പേരും നമ്മളോടൊപ്പം ഇപ്പോൾ ഇല്ലാത്തവരാണ്. അവരെല്ലാം മഹാരഥന്മാരാണ്. നേരത്തെ പേരുകൾ സൂചിപ്പിച്ച് കഴിഞ്ഞു, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ പ്രധാനമായി വിദ്വാൻ പി ഗളുനായർ, മഹാകവി പി, അതുപോലെ തന്നെ വിദ്വാൻ കെ നായർ, രസിക ശിരോമണി കോമൻ നായർ, AC കണ്ണൻ നായർ, കെ മാധവൻ, കാനായി പറഞ്ഞല്ലോ, കാനായി ഉൾപ്പെടെയാണ്. ഇവരാണ് 7 പേർ. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വരും തലമുറക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവുന്ന ചരിത്രത്തെക്കുറിച്ച്, ഇന്നലെകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു പാതയായി ഇത് മാറണം, അല്ലെങ്കിൽ ഒരു പൈതൃക ഇടനാഴിയായി മാറണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം 1926 വെള്ളിക്കോത്ത് വിദ്വാൻ പിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി AC കണ്ണൻ നായർ മുൻകൈയെടുത്ത് സ്ഥാപിച്ച വിജ്ഞാനദായിനി ശതാബ്ദി നിറവിലാണ്. മഹാത്മജിയുടെ നിർദ്ദേശപ്രകാരം ചോട്ടാലാൽ എന്ന വടക്കേ ഇന്ത്യക്കാരൻ വെള്ളിക്കോത്ത് വന്ന് താമസിച്ചത് 6 മാസത്തിലേറെയാണ്. വിജ്ഞാനദായിനിയെ കുറിച്ച് പഠിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും. ഇത്തരം സംഭവങ്ങളെ നമ്മൾ ഓർക്കണ്ടേ? അടുത്ത തലമുറയ്ക്ക് ചരിത്രബോധം നൽകേണ്ടേ? ഇതിനാലാണ് സർക്കാർ മുന്നിട്ടിറങ്ങുന്നതെന്ന് MLA പറഞ്ഞു. അദ്ദേഹത്തോടൊപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പർ K സബീഷ്, കൗൺസിലർ VV രമേശൻ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ MA നസീർ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K സജിത് കുമാർ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി AK ജിജേഷ് കുമാർ എന്നിവരുമുണ്ടായിരുന്നു. പദ്ധതി മുന്നോട്ട് വെച്ച സാമൂഹ്യ പ്രവർത്തകൻ K പ്രസേനൻ പദ്ധതി വിശദീകരിച്ച് സംഘത്തെ അനുഗമിച്ചു. കാരാട്ടുവയലിൽ കാർഷിക പുനരുദ്ധാരണത്തോടൊപ്പം ചളിക്കളങ്ങളിലെ കായിക മാമാങ്കം, മേലാങ്കോട്ട് ഷേക്സ്പീരിയൻ നാടക സങ്കേതമായ വെലോഡ്രാം മാതൃകയിൽ നാടകശാല, പാർക്ക്, ചരിത്ര സങ്കേതമായ കാലിഡോസ്കോപ്പ് എന്നിവ ഉൾപ്പെടുന്ന സാംസ്കാരിക സമുച്ചയം, ചെറുകിട പാരമ്പര്യ കുടിൽ വ്യവസായങ്ങളുടെ നവീകരണം, പങ്കാളിത്ത നിർമ്മാണ വിപണനം മുൻനിർത്തി കുശവൻ കുന്നിൽ മൺപാത്ര പ്രതിമ നിർമ്മാണശാല, മുച്ചിലോട്ട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉൽപാദനം, തെയ്യം അണിയലം അക്കാദമി, കൈത്തറി പുനരുദ്ധാരണം അടോട്ട് എന്നിവയടക്കം പഴവർഗത്തോട്ടവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്നിങ്ങനെ ഒട്ടേറെ നവീന ആശയങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതി നടപ്പിലായാൽ 1000-ലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. വിനോദസഞ്ചാര വകുപ്പ് ഇത് സംബന്ധിച്ച് വൈകാതെ റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാലോത്ത് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ക്രിസ്മസ് കരോളിന് പിന്നാലെയാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാലോത്ത് ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു. മാലോത്തെ ബിനുകുമാർ ലത ദമ്പതികളുടെ മകൻ മിഥുൽ രാജാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സച്ചുവിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടം. ക്രിസ്തുമസ് കരോൾ സംഘത്തോടൊപ്പം സജീവമായി പങ്കെടുത്ത ശേഷം മാലോത്തേക്ക് പോവുകയായിരുന്ന മിഥുൽ രാജും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്. ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ പർപ്പിൾ കൗന്റെ 3ാമത് ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട്ട് തുടങ്ങി. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ചിത്ര പ്രദർശനം നടക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ പർപ്പിൾ കൗന്റെ 3ാമത് ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനം തുടങ്ങി. ഡിസംബർ 24 മുതൽ ഡിസംബർ 30 വരെ പ്രദർശനം തുടരും. ചിത്രപ്രദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുട്ടികളുടെ ചിത്രരചനാ മത്സരത്തിലെ വിജയികളായ അതിഥി കൃഷ്ണ, ആരവ് രമേശ്, ഇഷാനി, ഇഷാൻ രാജ്, ജ്വാല, ഐറിൻ ഇവ, നിധി പവൻ, ഇവാനിയ പ്രത്യൂഷ്, വാമിക ലക്ഷ്മി, അനയ് കൃഷ്ണ എന്നിവർ ചേർന്ന് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു.
പിന്നെ ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരോ ആൻറ്റി ഇവരൊക്കെ അവരുടെ എല്ലാം മനസ്സിൽ ദൈവം അവരെ ജനിച്ചു വിടുമ്പോൾ തന്നെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവരിവിടെ നിങ്ങളിവിടെ കൊണ്ടുവന്നത്. നിങ്ങളെ അമ്മമാരിവിടെ കൊണ്ടുവരുമ്പോൾ അവരുടെ മനസ്സിൽ അതാണ് എൻ്റെ മക്കള് വലിയൊരു നിലയിലെത്തണം, നല്ലൊരു കലാകാരനാവണം, നല്ലൊരു കലാകാരിയാവണം എന്നുള്ള ബോധത്തിലാണ് അവരുടെ കൊണ്ടുവരുന്നത്. അങ്ങനെ ആ ഒരു കയ്യൊപ്പ് പതിഞ്ഞ ഒരു വ്യക്തി എൻ്റെ റോട്ടറി പയ്യന്നൂർ എലൈറ്റിലുണ്ട്. അതാണ് അനൂപ് കേട്ടോൺ. അനൂപ് കേട്ടോൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ ക്ലബിലെ മെമ്പറാണ്. അനൂപിനോട് ഞാൻ വളരെ കുറച്ചു കാലത്തെ പരിചയം ഉണ്ടായിട്ടില്ല. അതിനുശേഷം നമ്മുടെ ഒരു പരിപാടിക്ക് ഒരു ഒഫീഷ്യൽ പരിപാടി 2 മാസം മുമ്പേ ഉണ്ടായിരുന്നു. അരവിന്ദാക്ഷൻ സദ്ഗമയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലെൻസ്ഫെഡ് മുൻ ജില്ലാ അധ്യക്ഷൻ വിജയൻ എം, ജൂനിയർ JCI കോർഡിനേറ്റർ സജിത് VK, അഡ്വക്കേറ്റ് ഷിജു പുതിയപുരയിൽ എന്നിവർ അതിഥികളായി കുട്ടികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ഷീബ ഇയക്കാട്, സബീന നാലവടത്ത്, ശ്രീജിന ജഗദീഷ്, ശ്രീഷ അരവിന്ദ്, സിമി കൃഷ്ണൻ, ദീപ്തി മംഗലത്ത്, ലതാ ബാലകൃഷ്ണൻ, സൗമ്യ ബാബു, അനൂപ് കെ ടോം, ശരത് കരിച്ചേരി, KV ഗോപാലൻ, വിനോദ് പയ്യന്നൂർ, ഷിഹാബ് ഉദിനൂർ, ബാലൻ കാഞ്ഞങ്ങാട് സൗത്ത് തുടങ്ങിയവരുടെ 1000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള 120 ചിത്രങ്ങൾ പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ സബീന നലവടത്ത് സ്വാഗതവും ഷീബ ഇയക്കാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 41ാം ജില്ലാ സമ്മേളനം 26, 27 തീയതികളായി കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 41ാം ജില്ലാ സമ്മേളനം 26, 27 തീയതികളായി കാഞ്ഞങ്ങാട്ട് വെച്ച് നടക്കും. 26-ന് രാവിലെ 10 മണിക്ക് ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വനിതാ സമ്മേളനം നടക്കും. വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി K. സരോജിനി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം ഡിസംബർ 26, 27 നടക്കാൻ പോയ സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഏതാനും മാസം മുമ്പ് നടന്നതായ സംഘാടക രൂപീകരണത്തിൽ അതിന്റെ പ്രവർത്തനം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കാസർഗോഡ് ജില്ലയിൽ തന്നെ 5000-ഓളം മെമ്പർമാർ ഉൾപ്പെട്ട ഒരു സംഘടനയെ മാറിയിരിക്കുകയാണ്. സംഘടനയുടെ ഉത്തരവാദിത്വം കേരളത്തിലെ 5 ലക്ഷത്തോളം വരുന്നതായ സർവീസ് പെൻഷൻകാരും 6 ലക്ഷത്തോളം വരുന്നതായ സർവീസ് ജീവനക്കാരും അവിടെ ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുകയാണ്. അവിടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സർക്കാർ മുമ്പിൽ പറയാൻ പറ്റുന്ന ഏകദേശം ഒരു സംഘടന കേരള സർവീസ് പെൻഷൻ മാത്രമേ ഉള്ളൂ. ഏതായാലും ഏകദേശം 9 വർഷക്കാലമായി നിരന്തരമായ സമര പോരാട്ടത്തിലാണ് സംഘടന. ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നവരെയുള്ള ആ സമര പോരാട്ടമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് 41ാം സംസ്ഥാന സമ്മേളനം കണ്ണൂർ വെച്ച് 2026 ജനുവരി മാസം 19, 20, 23 നടക്കാൻ പോവുകയാണ്. 2-ന് ജില്ലാ കൗൺസിൽ യോഗം നടക്കും. സംസ്ഥാന സെക്രട്ടറി K. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 27-ന് രാവിലെ 9:30-ന് പ്രകടനം തുടങ്ങും. നോർത്ത് കോട്ടശ്ശേരി നാഷണൽ ഇലക്ട്രോണിക് സ്ഥാപന പരിസരത്ത് നിന്നും ആരംഭിക്കും. കിഴക്കുങ്കര ചൈതന്യ ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടന സമ്മേളനം. 10:30-ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിക്കും. DCC പ്രസിഡന്റ് PK ഫൈസൽ സംബന്ധിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ PP കുഞ്ഞമ്പു, PC സുരേന്ദ്രൻ നായർ, തോമസ് മാത്യു, ബാബു മണിയങ്ങാനം, K. സരോജിനി, CP ഉണ്ണികൃഷ്ണൻ, C. രത്നാകരൻ, C. പ്രേമരാജൻ, KP ബാലകൃഷ്ണൻ, P. ഗംഗാധരൻ, MK ദിവാകരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ CDS ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണം നൽകി. ക്രിസ്മസ് പുതുവത്സരാഘോഷവും നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ ഫസ്റ്റ്, സെക്കൻഡ് CDSകൾ സംയുക്തമായി കുടുംബശ്രീ CDS അംഗങ്ങളായ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നും മത്സരിച്ച വിജയികളായ CDS അംഗങ്ങളായ ഗായത്രി MV, സുകന്യ, രേഷ്മ, സജിത, രുക്മിണി എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. അതോടൊപ്പം ക്രിസ്മസ് പുതുവത്സരാഘോഷവും നടന്നു. നിരവധി ആളുകൾ പങ്കെടുത്തു. കോട്ടപ്പുറം ഹൗസ് ബോട്ടിൽ നടന്ന പരിപാടിയിൽ CDS ചെയർപേഴ്സൺമാരായ സൂര്യ ജാനകി, K. സുജിനി,
മെമ്പർ സെക്രട്ടറി MV ദിവാകരൻ, സിറ്റി മിഷൻ മാനേജർ ബിനീഷ് ജോയ്, കമ്മ്യൂണിസ്റ്റ് ഓർഗനൈസർ ശ്രീവിദ്യ ET, കമ്മ്യൂണിറ്റി കൗൺസിലർ ജനിരാജ്, MEC ശ്രീഷ്മ, കമ്മ്യൂണിറ്റി അംബാസഡർമാരായ സുജിത, ഷിബിന ശ്രീജേഷ്, അക്കൗണ്ടന്റുമാരായ ഷീബ K, സുമ എന്നിവർ സംബന്ധിച്ചു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളും വിപുലമായ പരിപാടികളോടെ നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SBIയുടെ നേതൃത്വത്തിൽ CSR പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷ തൈകളും വളവും വിതരണം ചെയ്തു. 1200 കർഷകർക്ക് 2 വീതം ഫലവൃക്ഷ തൈകളാണ് വിതരണം ചെയ്തത്. SBIയുടെ നേതൃത്വത്തിൽ CSRന്റെ ഭാഗമായി സംസ്ഥാനത്ത് മുഴുവനായി VFPCKയുമായി ചേർന്ന ഫലവൃക്ഷ തൈകളും അവയ്ക്ക് ആവശ്യമായ 1 കിറ്റ് വളവും സൗജന്യമായി വിതരണം ചെയ്തു. നാളേക്ക് നടാം അതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ 1200 കർഷകർക്ക് 2 ഫലവൃക്ഷ തൈകൾ വീതം വിതരണം ചെയ്തു. 1 മാവ്, 1 പ്ലാവ് എന്നിവയാണ് നൽകുന്നത്. 5 വർഷത്തെ പരിപാലനവും VFPCK ഉറപ്പാക്കും. SBIയുടെ നേതൃത്വത്തിൽ VFPCKയുടെ കീഴിൽ നടത്തുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മാവുകാൽ വനിതാ സഹകരണ സംഘത്തിന്റെ ഹാളിൽ വെച്ച് നടന്നു. അതുകൂടാതെ തന്നെ ഇത് നാളേക്ക് നടാം SBIയോടൊപ്പം എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈനോട് കൂടിയിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുമായിട്ട് ചേർന്നിട്ട് ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ SBIക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഷിക വൃത്തിയിൽ ഊന്നിയിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് നമുക്കുള്ളത്. ഇന്ത്യയിലെ ഏതാണ്ട് 60% ജനങ്ങൾ കർഷകരോ അല്ലെങ്കിൽ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പം നമ്മളുടെ രാജ്യം ഒരുപാട് പുരോഗതി ഈ കാലയളവിൽ നേടി. അതിനകത്ത് വളരെ സോളിഡായിട്ടുള്ള ഒരു പെർഫോമൻസ് വന്നിട്ടുള്ളത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലാണ്. നമുക്കറിയാം, ഗ്രീൻ റെവല്യൂഷന് മുൻപ് നമുക്ക് പട്ടിണിയും പരിവട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ നിലയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിനെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി കാർഷിക വിളകൾ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷയിൽ സർപ്ലസ് ആയിട്ടുള്ള രാജ്യമായിട്ട് മാറ്റി. A. രാകേഷ്, രമേശ് നാരായണൻ, രമേശ് T, രാജേഷ് U എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം കളരിക്കാൽ ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. കലാപരിപാടികൾ അരങ്ങേറി. രാവണേശ്വരം കളരിക്കാൽ ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവാതിരയും കൈകൊട്ടിക്കളിയും അരങ്ങേറി. തുടർന്ന് 120 കലാകാരികൾ അണിനിരന്ന മെഗാ ഫ്യൂഷൻ ഡാൻസും ശ്രദ്ധേയമായി. നിരവധി ഭക്തജനങ്ങളാണ് പ്രതിഷ്ഠാദിന മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, രാവണേശ്വരം.
ഒരുമി തകതകിലടി വേട്ട തുടങ്ങാം വൻപുലിമേലേറി വരും ഇടകളെ കാത്തരുളും നാഞ്ഞകനെ ശ്രീമണി കണ്ട മോഹിനി തൻ പൊന്മകനെ ശ്രീകരനും നന്ദനരെ നീ ശരണം കരികരസുരനെ അമ്പേന്തി കുമ്പേന്തി തായങ്ങൾ പൂസുമ്മേ അനുവാദം തന്നരുളേ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തി തിരുപ്പിറവയുടെ ഓർമ്മകളുമായി ക്രിസ്മസ് ആഘോഷിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കും. കാഞ്ഞങ്ങാട് ദേശീയ പൈതൃക ഇടനാഴി ഒരുങ്ങുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. മാലോത്ത് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. ക്രിസ്മസ് കരോളിന് പിന്നാലെയാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശ യാത്രയ്ക്ക് ഞായറാഴ്ച കാസർഗോട്ട് ആവേശകരമായ സ്വീകരണം നൽകും. ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ പർപ്പിൾ കൗന്റെ 3ാമത് ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട്ട് തുടങ്ങി. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ചിത്ര പ്രദർശനം നടക്കുന്നത്. സബ് ജൂനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് ഡബിൾസിൽ കേരളം ജേതാക്കൾ. ഫൈനലിൽ കേരളം തമിഴ്നാടുമായി ഏറ്റുമുട്ടും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.